നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ സഹോദരി ഭർത്താവായ ജിതിനോടും അയാളുടെ അനിയത്തോടുമുള്ള വ്യക്തിവിരോധം തീർക്കാൻ നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചു എന്നാണ് എനിക്ക് എന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. അയ്യോ സാർ, ഞാനൊരിക്കലും അങ്ങനെ. സ്റ്റോപ്പ് ഇറ്റ്. ഗുരുതരമായ ഒരു വീഴ്ചയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡിപ്പാർട്ട്മെന്റിനോട് കാണിച്ച ഈ നീതികേട് എനിക്ക് നേരിട്ട് വ്യക്തമായ സാഹചര്യത്തിൽ നിങ്ങളെ എനിക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയും. സാർ, പ്രതിയുടെ മുന്നിൽ വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അരവിന്ദൻ തന്നെ പ്രതിയെ സെല്ലടയ്ക്കണം. ഈ വിലം കഴിക്കും. ആ ലാബ് റിപ്പോർട്ട് മാത്രം വെച്ചുകൊണ്ട് എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പാർവതിക്ക് മനസ്സിലാവല്ലോ. അവരെ പൂട്ടുന്നതിന് കൂടുതൽ തെളിവുകൾ വേണം. അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. അതിനിടയിലാ DSP സാറിനെ അവര് കളത്തിലിറക്കിയത്. ബുദ്ധി പ്രഭാവതിയുടേത്. സാറിനെ കണ്ട് സംസാരിച്ചത് പ്രതാപനും. അതൊന്നും സാരമില്ല സർ. ഇതും ഉദയനൂരമ്മ എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സാർ എന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. സാറിനെ എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കണ്ട. ഞാൻ കാരണം സാറിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. ഞാൻ തന്നെ പാർവതിയെ സെല്ലടയ്ക്കാൻ പറഞ്ഞപ്പോ DSP സാർ എന്നോട് പക തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സാറ് വിഷമിക്കൊന്നും വേണ്ട. സാറിന്റെ ജോലിയല്ലേ ചെയ്യുന്നത്. സാറ് എനിക്കൊരു സഹായം ചെയ്തു തന്നാ മതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? വിശാൽ സാറ് ആശുപത്രിയിൽ ICUയിൽ കിടക്കുകയായിരുന്നു. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ വിശാൽ സാറ് വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. എന്നെ പോലീസ് പിടിച്ചത് വിശാൽ സാർ അറിഞ്ഞിട്ടുണ്ടാവും. വീട്ടിലെത്തിയ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയതിന് എന്നെ പോലീസ് കൊണ്ടുപോയിന്നായിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാറ് വിശാൽ സാറിനോടൊന്ന് പറയണം. വിശാൽ സാറ് എന്റെ ദൈവമാണെന്ന് പറയണം. പാർവതി, കേറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.